20,000 രൂപ ബഡ്ജറ്റിൽ ഓപ്പോ അവരുടെ ഏറ്റവും പുതിയൊരു സ്മാർട്ട് ഫോൺ എഡിഷൻ കൊണ്ടുവരാൻ പോവാണ്. അപ്പം ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് 29 ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഒപ്പീനിയനും കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് Android 11 അതുപോലെ തന്നെ അവരുടെ OS ആയിട്ടുള്ള, അതായത് കളർ OS 11.1 എന്ന് പറയുന്ന ആ ഒരു വെർഷനുമായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പഞ്ച് ഹോൾ ഡിസൈൻ ആയിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ 6nm ഫാബ്രിക്കേഷൻ വരുന്ന സ്നാപ്ഡ്രാഗൺ 680 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അപ്പം നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ചിപ്സെറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് GPU വരുന്നത് റേഡിയോൺ 610 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 6GB റാമും അതുപോലെ 128GB ആയിരിക്കും ബേസ് മോഡലായുള്ള സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 34 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയുള്ളൊരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു ഓപ്പോൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് C ടൈപ്പാണ് വരുന്നത്, ചാർജിങ് കേബിൾ വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് 3.5mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. അതായത് നമുക്ക് ഹെഡ്സെറ്റ് കുത്താനുള്ള പോർട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ ആയിരിക്കും വരുന്നതെന്നാണ് അറിയാനിരിക്കുന്നത്. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് ഡ്യുവൽ സിം ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് മൊഡ്യൂളായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്, അതായത് സൈഡിലായിട്ടായിരിക്കും ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ലെൻസ് ആണ് വരുന്നത്. സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. അതുപോലെ നമ്മുടെ തേർഡ് ക്യാമറ എന്ന് പറയുന്നത് 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 60 മെഗാപിക്സലിൻ്റെ ഒരു AI സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p ആയിരിക്കും. അതായത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയും അതുപോലെ നമ്മുടെ ഈ ബാക്ക് ക്യാമറയും ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p റെസൊല്യൂഷനുള്ള വീഡിയോകളായിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 4K ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ നമുക്ക് ക്യാമറ വൈസ് നോക്കാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഒപ്പീനിയനാണ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ വൈസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്കിന് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് LCD ഡിസ്പ്ലേ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു AMOLED ഡിസ്പ്ലേയുടെ കാര്യം ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ഒരു ന്യൂസിൽ ഞാനിങ്ങനെ കണ്ടു LCD ഡിസ്പ്ലേ ആയിരിക്കും വരുന്നതെന്ന് കണ്ടു. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ക്യാമറ ഉപയോഗിച്ചുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി 1080p ആണ്. 4K കൊണ്ടുവരാമായിരുന്നു, പക്ഷേ 1080p ആണ് കൊണ്ടിരുന്നത്. ഈ ഒരു 50 മെഗാപിക്സൽ ക്യാമറയിൽ പോലും ഒരു 1080p വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഒരു ലീക്കിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് 4Kയുടെ കാര്യം ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. 1080p വീഡിയോ മാത്രമായിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ലീക്കിലെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്, അതുപോലെ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്കിതിൽ ചെറിയ കൺഫ്യൂഷൻ ഉള്ളത് ഈ ഒരു ഡിസ്പ്ലേയിൽ, പിന്നെ ഈ SD കാർഡിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാർച്ച് 29 കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു OPPO K10 5Gനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുകൂട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.